ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെന്തിക്കോസ്തിക്ക് ശേഷം 5-ാം ഞായർ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ വേദനയുടെ ഭാഷ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. തമ്പുരാൻ തന്റെ മരണത്തെപ്പറ്റിയും കഷ്ടാനുഭവത്തെപ്പറ്റിയൊക്കെ പറയുന്ന ഈ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കൊറോണ കാലത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയാണ്. പ്രവാസികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ കല്ലും കമ്പുകൊണ്ടും ഒക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ അവരെ നേരിടുന്ന ദുഃഖകരമായ ഒരു കാഴ്ച കാണുന്നുണ്ട്. കൊണ്ടുവന്നിരുന്ന പെട്ടിയുടെ ഭാരം കുറഞ്ഞതിന് പരിഭവപ്പെട്ടിരുന്നവരൊക്കെയുണ്ട്. ഒരുപക്ഷെ അത്തറിന്റെയും ചോക്ലേറ്റിന്റെ രുചിയും ബദാമിനും പിസ്തായ്ക്കും വേണ്ടിയൊക്കെ മത്സരിച്ച് ഗുസ്തി പിടിച്ചിരുന്നവരൊക്കെ ഇന്ന് അവർക്കെതിരെ കല്ലുമൊക്കെ ആയിട്ട് വരുന്നത് ഒത്തിരി ദുഃഖകരമായ അവസ്ഥയാണ്. പലപ്പോഴും വേദനകളുടെ വാക്ക് നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു സുന്ദരമായ ചിത്രമാണ് പത്തേമാരി എന്ന് പറയുന്നത്. വീടിനു വേണ്ടി അതിന്റെ കടം വീട്ടുവാനും പെങ്ങന്മാരെ കെട്ടിക്കുവാനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും അതിനുശേഷം ഒരു വീട് വെക്കാനും ഒക്കെ തന്റെ ജീവിതം ഒക്കെ മറന്ന്, തന്റെ ആരോഗ്യമൊക്കെ മറന്ന് പ്രവർത്തിച്ച ഒരു പ്രവാസിയുടെ ജീവിതം. അവസാന കാലഘട്ടത്തിൽ നാട്ടിൽ സ്വന്തമായൊരു വീടൊക്കെ വെച്ച് താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. മരിച്ച ശേഷമാണ് എത്തുന്നത്. പക്ഷേ പുതിയ പുരയിൽ വെക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയുമായി വരുമ്പോൾ മക്കൾ സമ്മതിക്കുന്നില്ല. കാരണം പെര പണി കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഡെഡ് ബോഡി ഇതിൽ വെക്കുന്നത്? അതൊരു അപശകുനമല്ലേ എന്ന് പറയുകയാണ്. മമ്മൂട്ടി അവതരിപ്പിച്ച ആ കഥാപാത്രം വല്ലാതെ കണ്ണിലൊക്കെ കണ്ണുനീര് നിറയിച്ചു എന്നുള്ളത് ഓർത്തു പോവുകയാണ്. അപ്പം വേദനയുടെ ഒരു ഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെയൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വലിയവരാണെന്നുള്ള ഒരു വലിയ തർക്കം ഇവിടെ നടക്കുന്നുണ്ട്. വഴി ഭൂമിയിലെ ജീവിതം തന്നെയാണ്. വലിയവനാകുവാനും പൊങ്ങച്ചം കാണിക്കുവാനും ആഡംബരം കാണിക്കുവാനും ഒക്കെ ജീവിതം ചെലവഴിച്ചവർക്ക് അവസാനം ജീവിതം തന്നെ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. തിരക്കിന്റെ ഈ ലോകത്ത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ചെറിയ സംഗീതങ്ങളും പരസ്പരമുള്ള സംസാരങ്ങളും മഴക്കാലത്തെ കട്ടൻ ചായ നുകർന്ന് പുരയുടെ മുമ്പിലുള്ള ഇരിപ്പും വെളുപ്പിന് തണുപ്പ് അരിച്ചിറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ അടുപ്പിന്റെ അരികത്തിരുന്ന് തീ കായുന്ന അനുഭവം, നാട്ടിൻ പുറത്തെ കളികളും വായനശാലകളും അയൽപക്കവുമായുള്ള ബന്ധങ്ങളും കലിങ്കിലെ കുശലങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ നമുക്ക് വല്ലാതെ അങ്ങ് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഞാനെന്നുള്ളൊരു ഭാവം കൂടുമ്പോൾ എൻ്റെ വീടും എൻ്റെ മതിലിനുമൊക്കെ അപ്പുറം ഒരു ലോകമുണ്ടെന്നൊന്നും ചിന്തിക്കുവാനുള്ള ഒരു വിശാല മനസ്കത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ലേ. വഴിയിൽ കാണുന്നവർക്ക് മുമ്പിൽ വലിയവനാകുവാൻ ആശ്രയിച്ച് അവസാനം ന്യായവിധിക്ക് മുമ്പിൽ മിണ്ടാതിരിക്കേണ്ടി വരുന്നതിനെ പറ്റി കൂടിയാണ് ഈ വേദഭാഗം നമ്മളോട് സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കാട്ടിയാണ് ക്രിസ്തു ഇതിന് മരുന്ന് നൽകുന്നത്. ജീവിതത്തിൽ ഒരു താഴ്മയുടേതും ഒരു മനസ്സലിവിൻ്റെതുമായ ഒരു ഭാവമില്ല എങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നത്? വിജയമെന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെയൊക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണല്ലോ. എല്ലാ കവലകളിലും ഫുൾ A+ കിട്ടിയവരുടെ ചിത്രങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പലപ്പോഴും ഒരു A+ ഒക്കെ നഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ കഷ്ടിച്ച് ജയിച്ചവരുടെയൊക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരൊക്കെ ഒരു പരാജിതരെന്ന കണ്ണോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഫുൾ A+ കിട്ടുന്നത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. ജീവിതത്തിലെ വലിയ വിജയം ഒന്നുമല്ല ഈ ഫുൾ A+ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബാക്ക് ബെഞ്ചിലിരുന്നവരൊക്കെ ഒരുപക്ഷെ വലിയവരൊക്കെ ആകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ ഇടയ്ക്ക് കണ്ട ഏറ്റവും മനസ്സിനെ കുളിർപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് വടകര മടപ്പള്ളി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന VP പ്രഭാകരൻ സാറിന്റെ ഒരു കമന്റാണ്. ഏകദേശം 435ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളില് ഒരു കുഞ്ഞ് മാത്രം പരാജയപ്പെടുകയാണ്. ആ അധ്യാപകൻ പറയുന്നുണ്ട്, ഞാൻ ആ 434 പേരെയും വിളിച്ചില്ല, ഈ ഒരു ചെറുപ്പക്കാരനെ മാത്രമേ വിളിച്ചുള്ളൂ എന്ന്.
കാരണം അവൻ മാത്രമാണ് ആ പരീക്ഷയിൽ പരാജയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ജീവിതത്തിലല്ല അവൻ പരാജയപ്പെടുന്നതെന്ന്. അവന് വിജയിക്കുവാൻ ഇനിയും അവസരങ്ങളുണ്ടല്ലോ. പരീക്ഷയിൽ പരാജയപ്പെടുന്ന എത്രയോ പേർ പിന്നീട് ജീവിതത്തിൽ വിജയിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി തമ്പുരാൻ പഠിപ്പിക്കുന്ന ഇതാണ്: കുറച്ചുകൂടി താഴ്മയുള്ളവരാവുക, കുറച്ചുകൂടി വിനയമുള്ളവരൊക്കെ ആയിത്തീരുക എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് തമ്പുരാൻ നമുക്ക് നൽകുന്നത്. നിന്റെ ഒരു വാക്കോ നിന്റെ ഒരു നോട്ടമോ കൊണ്ട് പോലും ആർക്കും ഇടർച്ച ഉണ്ടാക്കരുതെന്നുകൂടി തമ്പുരാൻ പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിലപാട് കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് പോലും ആർക്കും നമ്മളൊരു ഇടർച്ചയായി തീരരുത്. അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള മക്കളെയൊക്കെ പൊക്കി പറയുന്ന ചില മാതാപിതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ പശുവിനെയൊക്കെ നോക്കി കൃഷിയൊക്കെ ചെയ്ത് കൂടെ നടക്കുന്ന മക്കളെ ഓർത്ത് ഈ മാതാപിതാക്കളൊക്കെ സന്തോഷിക്കുകയാണ്. കാരണം പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ഇവര് മാത്രമാണല്ലോ കൂടെയുള്ളത്. അപ്പോൾ ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന മാർക്കുകളോ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പദവിയോ, ജീവിതത്തിലെ ജോലിയോ, പണമോ, വലിയ വീടുകളോ, വലിയ കൂട്ടുകെട്ടുകളോ ഒന്നുമല്ല. നല്ലൊരു മനുഷ്യനായി തീരുന്നത് മാത്രമാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ ധ്യാനിക്കുന്നത് പോലെ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അപ്പൊ ജീവിതത്തിൽ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള കാലയളവിൽ നന്മ ചെയ്യുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.